മാർക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞ ചന്തുവിനെ പെട്ടെന്നൊരു വാൻ വട്ടം വച്ചു. അവൾ പകച്ചുപോയ ആ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് ഒരു കൈ നീണ്ടു. മുഖം മൂടി ധരിച്ചൊരുവനെ കണ്ടതും അവൾ ഞെട്ടിയ നിമിഷം. സെക്കൻഡുകൾക്കുള്ളിൽ അവളുടെ മുഖത്തേക്ക് എന്തോ ദ്രാവകം സ്പ്രേ ചെയ്തു. നിമിഷ നേരം കൊണ്ട് എല്ലാം കഴിഞ്ഞു. കുഴഞ്ഞു വീണ അവളെ നിലത്തേക്ക് വീഴാതെ ഗ്ലൗസ് ഇട്ട 2 കൈകൾ താങ്ങിയെടുത്തു. വാനിലേക്ക് അവളെ ചായച്ചു കിടത്തി വാൻ ചീറിപ്പാഞ്ഞു. ഉമയും ആര്യയും അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലാണ്. അവിടേക്ക് കയ്യിലെ കെട്ടുമായി മഹേശ്വരി കടന്നു വന്നു. നാത്തൂനെ, ഇതെന്താ? ഉമ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഉള്ളിൽ പൊങ്ങിയ സന്തോഷം മറച്ചുകൊണ്ട് ചോദിച്ചു. എന്താണെന്ന് നീ കണ്ടില്ലേ? കാണാതിരിക്കാൻ മാത്രം കണ്ണിൽ കുരുവൊന്നുമില്ലല്ലോ. അവർ എടുത്തടിച്ച പോലെ ചോദിച്ചു. ഉമ തികട്ടി വന്ന ചിരിയടക്കി. എന്നാലും ചേച്ചിക്കിങ്ങനെ കഷ്ടമായിപ്പോയി. അല്ല, ആരാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? ലച്ചുവാകും, അല്ലാതാരാ? നാത്തൂൻ്റെ പൊന്നുമോളല്ലേ അവൾ. ഒരു പരിഹാസത്തോടെ ഉമയത് പറയുമ്പോൾ മഹേശ്വരിക്ക് വിറഞ്ഞു കയറി. പക്ഷെ അവർ ഒന്നും മിണ്ടിയില്ല. പെറ്റമ്മയായ എന്നെ സഹായിച്ചില്ലെങ്കിലും അപ്പച്ചിയമ്മ ഒരാവശ്യം പറഞ്ഞ ലച്ചു ജീവൻ കളഞ്ഞും കൂടെ നിൽക്കും. ആര്യ, നീ കണ്ടോ? എൻ്റെ മോൾ അത്രയെങ്കിലും ചെയ്തല്ലോ. ആര്യ ദയനീയ അവസ്ഥയിൽ നിൽക്കുകയാണ്. പരിഹാസമാണെന്നറിയാം, എങ്കിലും ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. അല്ല, നാത്തൂൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും വേണോ? വയ്യാതെ ബുദ്ധിമുട്ടേണ്ട വല്ല കാര്യമുണ്ടോ? ലച്ചു! ഉമ ഇതെന്തിനുള്ള പുറപ്പാടാണെന്ന് ആര്യ ചിന്തിക്കാതിരുന്നില്ല. എന്താമ്മേ കിടന്ന് തൊള്ള കീറുന്നേ? വിളിച്ചത് തീരെ ഇഷ്ടമാകാതെ അവൾ മുരണ്ടു. എടി, നിന്റെ അപ്പച്ചിക്ക് കൈ വയ്യെന്ന് കണ്ടിട്ട് നീ എന്താ അവർക്ക് വേണ്ടത് റൂമിൽ കൊണ്ട് കൊടുക്കാത്തത്? ദേ കണ്ടില്ലേ, വയ്യാത്ത കൈയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അതിനിപ്പം ഞാൻ എന്താ വേണ്ടത്? അപ്പച്ചിയുടെ കൈ ഒടിഞ്ഞെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പോണ്ട. അത് താങ്ങി നടക്കാനൊന്നും എന്നെ കിട്ടില്ല. അവളുടെ മറുപടി കേട്ട് ഉമ തികട്ടി വന്ന ചിരി അമർത്തി. അത് കണ്ട മഹേശ്വരിക്ക് കലി കയറി. ഞാൻ ആവശ്യപ്പെട്ടോ നിന്നോട് എനിക്കെന്തേലും വേണമെന്ന്? എന്നാലും ലച്ചു, നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. ആരോടൊക്കെ നീ എതിർത്താലും എന്നോട് കുറച്ച് സ്നേഹമുണ്ടെന്നാ ഞാൻ വിശ്വസിച്ചത്. എന്നിട്ട് നീ അങ്ങനെ വിശ്വസിച്ചത് എൻ്റെ കുറ്റമാണോ? ഈ നിൽക്കുന്ന പെറ്റ തള്ളയോടില്ല, പിന്നെ നിങ്ങളോട്. പുച്ഛത്തോടെ അവൾ പറഞ്ഞതും അവർ ഞെട്ടി നിന്നു. ഉമയും ആര്യയും കേട്ടു നിൽക്കുന്നത് അവർക്ക് അപമാനമുണ്ടാക്കി. വേഗം തന്നെ അവർ തിരിഞ്ഞ് റൂമിലേക്ക് പോയി. അവരെ പുച്ഛത്തോടെ നോക്കി നിന്ന ലച്ചു പെട്ടെന്നാണ് എന്തോ ഒരു സ്മെല്ലുകൊണ്ട് മുഖം ചുളിച്ചത്. അവൾ കണ്ണുകൾ കുറുക്കി ചുറ്റും നോക്കി. തിളച്ച പാലിലേക്ക് തേയിലയിടുന്ന ആര്യയെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. എന്തോന്നാ നിങ്ങളീ കാണിക്കുന്നേ? കേടായ പാലിലാണോ ചായ തിളപ്പിക്കുന്നത്? അവളുടെ ആ അലർച്ച കേട്ട ഞെട്ടലിൽ ആര്യയുടെ കയ്യിൽ നിന്നും തേയില വരെ തൂകിപ്പോയി. നല്ലതും ചീത്തയും തിരിച്ചറിയാത്ത നീയാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്? പുച്ഛത്തോടെ ഉമ ചോദിച്ചതും അതിന് മറുപടി പറയാൻ വാ തുറന്നവൾ പെട്ടെന്നാണ് വായും പൊത്തി പുറത്തേക്ക് ഓടിയത്. ആര്യയും ഉമയും പരസ്പരം മിഴിച്ചു നോക്കി. ഹോട്ടലിൽ നിന്നും വല്ലതും വാങ്ങി വാരി വലിച്ച് തിന്നിട്ടുണ്ടാകും, അതിൻ്റെയാ. ഉമ പറഞ്ഞതും ആര്യയുടെ കണ്ണിൽ സംശയം ബാക്കി നിന്നു. ദേവൂട്ടിയെ പ്രഗ്നൻ്റായ സമയത്ത് ചായ തിളയ്ക്കുന്ന സ്മെൽ തനിക്കൊട്ടും പറ്റില്ലായിരുന്നു എന്നവൾ വെറുതെ ഓർത്തു. അന്നത്തെ ഏതോ ഓർമ്മയിൽ അവരുടെ ചുണ്ടിൽ ഒരിളം പുഞ്ചിരി വിരിഞ്ഞു. മഹി എണീറ്റപ്പോൾ ഏറെ നേരം വൈകി. ടാബ്ലറ്റിൻ്റെ സെഡേഷൻ ആകുമെന്നോർത്ത് അവൻ ചുറ്റും നോക്കി. ചന്തു വന്നില്ലേ ഇതുവരെ? അവൻ്റെ പുരികമിടുങ്ങി. അവൻ ഫോൺ എടുത്തു. 5:15. അപ്പോഴാണ് ഡോറിൽ മുട്ട് കേട്ടത്. അവൻ്റെ മുഖം വിടർന്നു. കയറിപ്പോരെ. എന്നാൽ ഡോർ തുറന്നു വന്നത് താൻ പ്രതീക്ഷിച്ച ആളല്ലെന്ന് കണ്ടതും അവൻ്റെ മുഖം വാടി. ദേവു ചിരിയോടെ കോഫി ടേബിളിലേക്ക് വച്ചു. ഏട്ടാ, ഒന്ന് ഫ്രഷായി വായേട്ടാ, എന്നിട്ട് കോഫി കുടിക്കുക. അവൻ ടെൻഷൻ കൊണ്ട് വീണ്ടും ഫോണിലേക്ക് നോക്കി. ഏട്ടത്തെ വിളിക്കാൻ പോവാണോ? എന്താണെന്നറിയില്ലേട്ടാ, ഞാൻ കുറേ വിളിച്ചിട്ടും എടുത്തില്ല. അവൻ്റെ നെഞ്ചിൽ വെള്ളടി വെട്ടി. അവനവളെ മിഴിച്ചു നോക്കി. നീ എപ്പോഴാണ് വിളിച്ചത്? ഇവിടുന്ന് പോയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും കാണാത്തപ്പോൾ വിളിച്ചതാ. ചന്തു വന്നിരുന്നോ?
ആ, ഏട്ടൻ അറിഞ്ഞില്ലേ? ഏട്ടത്തി വന്നിരുന്നു. എന്നിട്ട് ഏട്ടൻ്റെ ഫ്രണ്ട് വരും, ഫ്രണ്ടിന് ഇഷ്ടമുള്ളത് എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞ് മാർക്കറ്റിലേക്ക് പോയി. എങ്ങനെയാ പോയത്? അവൻ ഏറുന്ന നെഞ്ചിരിപ്പോടെ ചോദിച്ചു. എൻ്റെ വണ്ടി എടുത്താ പോയതേട്ടാ. അവൻ്റെ പതർച്ച കണ്ട് അവൾക്കും ടെൻഷനായി. അവൻ പെട്ടെന്ന് ചാടി എണീറ്റ് ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ് എന്ന് മറുപടി വന്നതും അവൻ്റെ തല കറങ്ങാൻ തുടങ്ങി. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥ. ഏട്ടാ, വിറയലോടെ അവൾ അവൻ്റെ തോളിൽ കൈവച്ചു. നീ വിളിക്കുമ്പോൾ ബെല്ലുണ്ടായിരുന്നോ? അവൾ നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി. അവൻ്റെ കണ്ണിലെ പതർച്ച കണ്ടതും ചന്തുവിനെന്തോ അപകടം പറ്റിയെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. നീ ഇവിടെ ആരോടും ഒന്നും പറയരുത്, താഴേക്ക് പൊക്കോ, താക്കീതോടെ പറഞ്ഞുകൊണ്ട് അവൻ കബോർഡിനരികിലേക്ക് പാഞ്ഞു. കയ്യിൽ കിട്ടിയതെന്തോ വാരി വലിച്ചിട്ടുകൊണ്ട് പുറത്തേക്ക് ഓടിയിറങ്ങി. ദേവു എന്ത് വേണമെന്നറിയാതെ ചുമരിൽ ചാരി നിന്നു. എൻ്റെ ഏട്ടത്തിക്ക് ഒന്നും വരുത്തല്ലേ മഹാദേവ. അവളുടെ കണ്ണുകൾ തുളുമ്പി. അങ്കിൾ, ചന്തു, അവൾക്കെന്തോ പറ്റിയിട്ടുണ്ട്. മഹി, നീ എന്താ പറയുന്നേ? എനിക്ക് വിശദമായി ഒന്നും അറിയില്ല, അതിനുള്ള സമയമില്ല. അങ്കിൾ, എനിക്ക് എത്രയും വേഗം അവളുടെ ലാസ്റ്റ് ലൊക്കേഷൻ കിട്ടണം. ഞാൻ മാർക്കറ്റിലേക്ക് പോവാ. മഹി, അത് മോളിനി ഏത് മാർക്കറ്റിലാണ് പോയതെന്ന്? അപ്പോഴാണ് മഹിക്കത് ഓർമ്മ വന്നത്. ലെഫ്റ്റും റൈറ്റും 2 മാർക്കറ്റുണ്ട്. അവന് തല പെരുക്കുന്നത് പോലെ തോന്നി. അങ്കിൾ, എന്തായാലും ലൊക്കേഷൻ നോക്ക്, ഞാൻ ലെഫ്റ്റ് പോയിട്ട് വരാം. അവൻ കോള് കട്ട് ചെയ്തു. അപ്പോഴാണ് മറ്റൊരു കോൾ അവനെ തേടി വരുന്നത്. എന്നാൽ അവൻ ആ കോൾ കട്ട് ചെയ്ത് വിട്ടു. അവൻ്റെ മനസ്സിൽ ആ സമയം അവളുടെ മുഖം മാത്രമായിരുന്നു, അവൻ്റെ പ്രാണൻ്റെ മുഖം. മാർക്കറ്റിലേക്ക് തിരിഞ്ഞതും ആൾക്കൂട്ടം കണ്ട് മഹിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. അവൻ പെട്ടെന്ന് കാർ ഒതുക്കി പുറത്തേക്കിറങ്ങി ഓടി. ആൾക്കൂട്ടത്തിനെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പാഞ്ഞു. അവൻ്റെ കാലുകൾക്ക് വേഗതയേറി. നടുവിൽ കിടക്കുന്ന ദേവുവിൻ്റെ വണ്ടി കണ്ടതും അവൻ ഞടുങ്ങിപ്പോയി. ചുറ്റും രക്തമൊന്നും കാണാത്തത് അവനെ ഒരല്പം ആശ്വാസത്തിലാഴ്ത്തി. അവൻ ചുറ്റും നോക്കി. എന്തൊക്കെയോ പിറുപിറുക്കുന്ന ആളുകൾ. ഇവിടെ നടന്നത് എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇതെൻ്റെ ഭാര്യയുടെ വണ്ടിയാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? അവൻ്റെ അലർച്ച മുഴങ്ങിയതും ചുറ്റും നിശബ്ദമായി. ആരും ഒന്നും പറയുന്നില്ലെന്ന് കണ്ടതും അവന് ദേഷ്യം തോന്നി. നിന്റെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലുമാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഇങ്ങനെ മൗനം പാലിക്കുമോ? എന്തെങ്കിലും ആരെങ്കിലും കണ്ടെങ്കിൽ തുറന്നു പറയൂ. അവൻ ദേഷ്യവും വിഷമവും കൊണ്ട് അലറി വിളിച്ചു. അപ്പോഴാണ് പിന്നിൽ തൻ്റെ ഷർട്ടിൽ ആരോ പിടിച്ച് വലിക്കുന്നത് പോലെ അവന് തോന്നിയത്. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഒരു കൊച്ചു പെൺകുട്ടി. അവിടെ ഭിക്ഷയാചിക്കുന്ന കുട്ടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവന് മനസ്സിലായി. അവൻ പെട്ടെന്ന് പോക്കറ്റിൽ കൈയിട്ട് കിട്ടിയതത്രയും അവൾക്ക് നേരെ നീട്ടി. അവൾ പെട്ടെന്ന് തല ഇരുവശത്തേക്കും ചലിപ്പിച്ചു. മഹിയുടെ കണ്ണുകൾ ചുരുങ്ങി. അവൾ അവനെ നോക്കി ഇടതുഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. അവൻ പെട്ടെന്ന് അവളുടെ മുന്നിൽ മുട്ടുകുത്തി. മോള് കണ്ടോ? അവൾ തലയാട്ടി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. എന്താ മോള് കണ്ടത്? അവൾ ഊമയാ സാറേ. കൂട്ടത്തിൽ ആരോ പറഞ്ഞതും അവൻ വേദനയോടെ ആ കുഞ്ഞിനെ നോക്കി. കൂടി നിൽക്കുന്ന ആരും പറയാത്തത് പറയാൻ മനസ്സുള്ള ആ കുഞ്ഞിന് അതിനുള്ള കഴിവില്ല എന്നത് അവനെ ഏറെ വേദനിപ്പിച്ചു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ കൈ ആ കുഞ്ഞിക്കവൾ തഴുകി. ഞാൻ വരും. അത് പറഞ്ഞുകൊണ്ട് അവൻ എണീറ്റു. പെട്ടെന്ന് അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു. എന്താടാ? അവൾ പെട്ടെന്ന് നിലത്തേക്കിരുന്നു. വിരൽ കൊണ്ട് മണ്ണിലെന്തോ എഴുതാൻ തുടങ്ങി. ഈ കുട്ടിക്ക് എഴുതാൻ അറിയുമോ എന്ന് മഹി ഒരു നിമിഷം ചിന്തിച്ചുപോയി. അവൾ നിലത്തെഴുതിയത് ഒരു വണ്ടി നമ്പർ ആണെന്ന് കണ്ടതും അവൻ്റെ ചെന്നിയിലെ ഞരമ്പ് പിടച്ചുയർന്നു. എഴുതി കഴിഞ്ഞ് അവൾ അവനെ നോക്കി. അവൻ പെട്ടെന്ന് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ചുറ്റും നിന്നവർ എന്തൊക്കെയോ പിറുപിറുത്തു. അവൻ ആ കുട്ടിയുടെ നെറ്റിയിൽ ഉമ്മ കൂടി വച്ചതോടെ ആളുകൾ അമ്പരന്ന് നിന്നു. മഹി പോക്കറ്റിൽ നിന്നും ഫോണെടുത്തു. ഒരൊറ്റ കോൾ. മോള് ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ, എങ്ങും പോകരുത്. മോളെ കൊണ്ടുപോകാൻ അങ്കിളിൻ്റെ കൂട്ടുകാരൻ വരും, അപ്പോൾ അവർക്കൊപ്പം പോകണം. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇപ്പം അങ്കിൾ ആൻറ്റിയെ കണ്ടെത്തട്ടെ, എന്നിട്ട് അങ്കിൾ വരും മോളെ കാണാൻ. അപ്പോൾ ആ കുഞ്ഞ് കൈകൊണ്ട് എന്തോ ആക്ഷൻ കാണിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആൻറ്റിയെയും കൊണ്ട് വരാട്ടോ. അവൻ ചുറ്റും നിന്നവരെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. പോലീസ് ജീപ്പ് സൈറൻ മുഴക്കി വന്നതും ആളുകൾ ചിതറി തുടങ്ങി.
മഹിയെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരുവൻ അടുത്തേക്ക് വന്നു. മഹി, ഡാ. അരുൺ, ദാ ഇതാണ് കുട്ടി. നീ വേണ്ടതൊക്കെ ചെയ്തോ, ഞാൻ കുറച്ച് ബിസിയാ. എന്താടാ, എൻ്റെ ഹെൽപ്പ് എന്തേലും? അരുണിൻ്റെ കണ്ണുകൾ കുറുകി. വേണ്ടടാ, ഇതിനൊക്കെ ഞാൻ മാത്രം മതി. മോളെ, അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ അരുണിനെ നോക്കി. അരുൺ ആ കുഞ്ഞു കയ്യിൽ പിടുത്തമിട്ടു. ബെഡിൽ കിടക്കുന്ന ചന്തുവിനെ നോക്കി നിൽക്കുകയാണ് ദത്ത്. അവൻ്റെ കണ്ണിൽ കാമം നിറഞ്ഞു നിന്നു. അവൻ അവളുടെ അരികിലേക്ക് ചുവടുകൾ വച്ചു. അവളുടെ അരികെ ഇരുന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ഹോ, ഞാൻ കുറെ എണ്ണത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലെ. അവൻ്റെ വിരൽ അവളുടെ നെറ്റിയിൽ മുട്ടി. അവൻ കുളിര് കോരിയതുപോലെ ഒന്ന് ചിരിച്ചു. ബോധത്തിലൊന്നും നടക്കില്ലെന്ന് നിന്റെ ആദ്യ അടിയിൽ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു മോളെ. നീ കരാട്ടെ പഠിച്ചിട്ടുണ്ടെന്ന് നിന്റെ മൂമെൻറ്റിൽ ഞാൻ മനസ്സിലാക്കിയതാ. പിന്നെ ഇതല്ലാതെ ആഗ്രഹം തീർക്കാൻ മറ്റൊരു വഴിയില്ല. ഇങ്ങനെ ആയാലും ഞാൻ ഹാപ്പിയാ മോളെ. അതുപോലെ ഞാൻ മോഹിച്ചുപോയി. അല്ല, മോഹിപ്പിച്ചു നീ. അതാണ് സത്യം. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിച്ചു, എന്നെ വേദനിപ്പിച്ചു. അപ്പം ഞാൻ നിന്നെ വെറുതെ വിടുവോ മോളെ? അവൻ്റെ വിരൽ മൂക്കിൻ തുമ്പിലെത്തി. തത്തമ്മ ചുണ്ട് പോലെയുള്ള മൂക്കെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ദേ, ഇതാണത്. എന്താ ചെയ്യുക? എൻ്റെ സഹോദരൻ ഒരു കിഴങ്ങനാണെന്നേ. അവന് വേണ്ട വിധമൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ലെന്ന് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. മോള് വിഷമിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം കേട്ടോ. അവൻ്റെ വിരൽ ചുണ്ടിലെത്തി നിന്നു. അവൻ സ്വയം ചുണ്ടൊന്ന് നനച്ചു. ആർത്തിയോടെ മുഖം കുനിച്ചതും പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. നാശം! ദേഷ്യത്തോടെ അവൻ ഉയർന്നുകൊണ്ട് ഫോൺ എടുത്തു. ദേവെന്ന് കണ്ടതും അവൻ പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് കാതിൽ ചേർത്തു. എടാ, നീ ഇതെവിടെ പോയി കിടക്കുവാ? ദത്തേ, കുഞ്ഞു കളിക്കേണ്ട സമയം ഇതല്ല. നമുക്ക് രക്ഷപ്പെടാനുള്ള ലാസ്റ്റ് ചാൻസാണിത്. ഇപ്പോൾ അയാൾ നമ്മളെ കാണാൻ അനുവാദം തന്നത് തന്നെ വലിയ കാര്യമാണ്. ഞാൻ ഡീറ്റെയിൽസ് അന്വേഷിച്ചടാ. അർജുൻ ചുമ്മാ തള്ളിയതല്ല. ആള് ഫയറാണ്, കോടീശ്വരൻ. നമ്മുടെ പ്രപ്പോസൽ അയാൾക്കിഷ്ടമായ നമ്മൾ പിന്നെ... ഓ എൻ്റെ ദേവാ, ഞാനിവിടെ അതിലും വലിയ സന്തോഷം അനുഭവിക്കാൻ പോവാ. അയാളത്ര കേമനാണേ, നീ തന്നെ ഡീൽ ഓക്കെ ആക്കിക്കോ. അപ്പോഴേക്ക് ഞാനങ്ങ് വന്നോളാം. ദത്ത്, നീ എവിടാ? സംശയത്തോടെ ദേവ് ചോദിച്ചു. ഞാനോ? ഞാനൊരു യാത്ര പോകാൻ പോവാ ദേവാ. സ്വർഗത്തിലേക്കുള്ള യാത്ര. ദത്ത, നീ കളിക്കല്ലേ. കാര്യം പറയടാ, മനുഷ്യനെ വട്ടുപിടിപ്പിക്കാതെ. എൻ്റെ ദേവ, നീ വച്ചേ, ഞാൻ വിളിക്കാം. അവൻ ഫോൺ കട്ടാക്കിക്കൊണ്ട് ചന്തുവിനെ നോക്കി വന്യമായി ചിരിച്ചു. നീ അങ്ങനെ ഒറ്റയ്ക്ക് സ്വർഗത്തിലേക്ക് പോകണ്ട ദത്ത്. നിന്നെ ഞാൻ പറഞ്ഞയക്കാം. ആ ശബ്ദം കേട്ട് അവൻ ഞെട്ടിപ്പോയി.